വി.ഡി. സതീശൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് നേതൃത്വം നൽകിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയാണ്. എന്നാൽ ഈ തൂഫാൻ സംഘം ഇപ്പോൾ ഒരു കേസിന് മുന്നിൽ സ്തബ്ധരായി നിൽക്കുകയാണ്. കാസർഗോഡ് നിന്ന് മാരക രാസലഹരിയുമായി പിടിയിലായത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അടുപ്പക്കാരൻ മുഹമ്മദ് ഹുസൈനും സംഘവും. ഇവരെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. ഈ കേസിൽ യൂത്ത് കോൺഗ്രസുകാർ സാക്ഷികളായി വന്നതിൽ തുടങ്ങുകയാണ് കള്ളക്കളി എന്നുള്ള സംശയം. പ്രത്യേക അന്വേഷണ സംഘമില്ല. പ്രതികളുടെ ഉന്നത ബന്ധങ്ങളിലും വിദേശ യാത്രകളിലും ഹവാല ഇടപാടുകളിലും ഗുണ്ടാ ബന്ധത്തിലും അന്വേഷണമില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്ന ഹുസൈന് മുന്നിൽ കേരള പോലീസ് മുട്ടുമടക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ബസ്സിലേക്ക് സ്വാഗതം. കാസർഗോഡ് MDMA കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കമെന്ന സംശയം. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സാക്ഷികളാക്കാൻ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. ലഹരിമരുന്ന് പിടികൂടുമ്പോൾ സ്ഥലത്തില്ലാത്ത നേതാക്കളാണ് സീഷർ മഹസറിൽ ഒപ്പുവെച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സാക്ഷികൾ കൂറുമാറിയാൽ കേസ് പ്രതികൾക്ക് അനുകൂലമാകും. പ്രത്യേക അന്വേഷണ സംഘമോ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചുമതലയോ ഇല്ലാതെ ചന്ദേര CI നടത്തുന്ന അന്വേഷണമാകട്ടെ എങ്ങും എത്തിയിട്ടുമില്ല. ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാം, ഈ സംഭവം നടന്നപ്പോൾ ഇതിൽ സാക്ഷികളായി ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അവിടുത്തെ മണ്ഡലം പ്രസിഡന്റും മണ്ഡലം വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകളെയാണ് സാക്ഷികളായി ചേർത്തിട്ടുള്ളത്. ഇവരോട് നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ അവർ പറയുന്ന അന്നത്തെ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരിപാടി മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തിന്റെ പേരിൽ പോലീസ് ഞങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പോൾ നമുക്കറിയേണ്ടത് ഇത്തരത്തിൽ നേരിട്ട് കാണാത്ത, ആ പരിസരത്തില്ലാത്ത, സാക്ഷികളല്ലാത്ത ആളുകളെ ഇത്തരത്തിൽ വിളിച്ചുകൊണ്ടുവന്ന് സീഷർ മഹസറിൽ ഒപ്പുവെക്കാൻ കഴിയുമോ? അങ്ങനെ ഒപ്പുവെച്ചാൽ അത് ശരിയാണോ? സാധാരണ ഒരു നടപടിക്രമം അത്തരത്തിലുണ്ടോ? ഇനി പിന്നീട് ഈ ഒരു കേസിൽ ഇവർ കൂറുമാറിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? എങ്ങനെയാണ് ഇഷ്യാം ഇതിന്റെ ഒരു നിയമവശങ്ങൾ? അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇവർ മൊത്ത കച്ചവടക്കാരാണ് ലഹരിയുടെ. അതായത് 130 ഗ്രാമാണ് കാസർഗോഡ് എത്തിച്ചത്. അപ്പോൾ അതിനു മുൻപ് കോഴിക്കോടും മലപ്പുറവും അതിനു മുൻപും 3, 4, 7 ജില്ലകളിൽ ഇവർക്ക് കണ്ണികളുണ്ട്, ഇടനിലക്കാരുണ്ട്, ഇവർക്ക് വിദേശ ബന്ധങ്ങളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർ ലഹരി കൊണ്ടുവരുന്നുണ്ട്, ഹവാല ഇടപാട് സംശയിക്കുന്നുണ്ട്, ഗുണ്ടാ ബന്ധം സംശയിക്കുന്നുണ്ട്. അപ്പോൾ 500 ഗ്രാമെങ്കിലും ആ ഒരൊറ്റ ദിവസം ഇവർ വിറ്റഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു കേസിൽ ഈ ഒരു അന്വേഷണം മതിയോ? അതിൽ പോലീസ് ഒരു ഒത്തുകളി നടത്തുന്നുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കും. ഷിയാസെ, ഇതിൽ പോലീസിന്റെ ഒത്തുകളി ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് MDMA യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രതിയായ ഈ ലഹരി കേസ് MDMA കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് തുടക്കം മുതൽ നടത്തുന്നതെന്ന സംശയം ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സംശയം ഉയർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷിയാസ് ആദ്യം ഉന്നയിച്ച ചോദ്യമാണ്. അതായത് ഒരു കേസിൽ ഈ ലഹരി കേസിൽ പ്രത്യേകിച്ചും NDPS കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് പ്രധാന തെളിവായ ലഹരി ഉൾപ്പെടെയാണ് അറസ്റ്റ് ചെയ്യുക. അങ്ങനെ ആ അറസ്റ്റ് ചെയ്യുന്നത് തന്നെ മതിയാകും ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ. അങ്ങനെ ശിക്ഷിക്കപ്പെടുമ്പോൾ ഈ പ്രതികൾ ഈ ലഹരി ഉൾപ്പെടെയാണ് അവരെ കസ്റ്റഡിയിലെടുത്തത് എന്ന കാര്യം കോടതിയിൽ വിചാരണ സമയത്ത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഏറ്റവും നിർണായകമാകുന്നത് പോലീസ് തന്നെ നിരത്തുന്ന മഹസർ സാക്ഷികളാണ്. അങ്ങനെയുള്ള മഹസർ സാക്ഷികൾ ആ സമയത്ത് അവരുടെ മൊഴികൾ പ്രോസിക്യൂഷന്റെ കേസിന് അനുകൂലമായി പറഞ്ഞാൽ ആ പ്രതി ശിക്ഷിക്കപ്പെടും. പക്ഷേ എതിരായി പറഞ്ഞാൽ ആ പ്രതികൾ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതാണ് പോലീസ് ഈ കേസിൽ ആദ്യമേ തന്നെ ഒരുക്കുന്നത്. പ്രത്യേകിച്ചും സ്ഥലത്തില്ലാത്ത 4 സാക്ഷികളെ 4 ആളുകളെ അതും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അവരെ വിളിച്ചു വരുത്തുന്നു, ഈ കേസിലെ മഹസർ സാക്ഷികളാക്കുന്നു. ഈ മഹസർ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ ഒരുപക്ഷെ വിചാരണാ ഘട്ടത്തിൽ തന്നെ ഈ സാക്ഷികൾ ശരിയായ സാക്ഷികളല്ല എന്നൊരു തോന്നൽ കോടതിക്ക്, പ്രത്യേകിച്ചും വിചാരണ കോടതിക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രോസിക്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന്റെ സാഹചര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ ആ സാക്ഷികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ പ്രോസിക്യൂഷന്റെ കേസ് തന്നെ പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടാനുള്ള ഒരു സാഹചര്യം തുടക്കത്തിലെ തന്നെ ഒരുക്കുകയാണ് കാസർഗോഡ് പോലീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന രീതിയിൽ അറിയപ്പെട്ട മുഹമ്മദ് ഹുസൈൻ പ്രതിയായ കേസ് അട്ടിമറിക്കാനാണ് പോലീസ് തുടക്കം മുതൽ ശ്രമിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ മറ്റൊരു പരിപാടിക്ക് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെ വിളിച്ചു വരുത്തിയാണ് ഇതിൽ ഒപ്പിടിച്ചത് എന്ന്. ഇത് മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ പ്രതികൾ ഈ സാക്ഷികൾ പ്രതികൾക്ക് നൽകിയ ബൈറ്റ് അല്ലെങ്കിൽ ഈ വാക്കുകൾ ഉൾപ്പെടെ മറ്റൊരു ഈ വിചാരണ സമയത്ത് കോടതിക്ക് മുന്നിൽ പ്രതിഭാഗം അഭിഭാഷകർ എടുത്തുയർത്തിക്കാട്ടാനുള്ള സാധ്യത. അപ്പോൾ ഈ നാർക്കോട്ടിക് കേസുകളിൽ ഈ സീഷർ മഹസറിൽ ഒപ്പുവെച്ചിട്ടുള്ള സാക്ഷികൾ വളരെ നിർണായകമായ സ്വാധീനം ആ കേസിന്റെ മുന്നോട്ടുള്ള
നീക്കങ്ങളിൽ നടത്തുന്നവരാണ്. അപ്പോൾ അവർ കൂറുമാറിക്കഴിഞ്ഞാൽ ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇത്തരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഈ ലഹരിയുമായി വരുന്നത് എന്നൊരിക്കലും പോലീസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഇവരെ പിടികൂടിയതിനു ശേഷമായിരിക്കും ഇത്രയും വലിയ സ്വാധീനമുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഈ പ്രതികളായി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കാം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ നമുക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്ഥലത്തെ സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള തരത്തിൽ ഇവിടെ ലഹരി പിടികൂടിയ ഒരു കേസ് ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങളെ വിളിച്ച് പറയുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുകയായിരുന്നു, അങ്ങനെ ഒപ്പുവെക്കുകയായിരുന്നു. അപ്പോഴും ഒരു സംശയമുണ്ട്, അവിടെ സാമൂഹ്യ പ്രവർത്തകർ മറ്റെത്രയോ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധമില്ലാത്ത മറ്റ് സാംസ്കാരിക പ്രവർത്തകരുണ്ടാവും. അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വിളിച്ചിട്ടില്ല, ABVP പ്രവർത്തകരെ വിളിച്ചിട്ടില്ല, യുവമോർച്ച പ്രവർത്തകരെ വിളിച്ചിട്ടില്ല, CPM പ്രവർത്തകരെ വിളിച്ചിട്ടില്ല. കൃത്യമായി ആ പരിസരത്തുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ വിളിച്ചു വരുത്തി സാക്ഷികളായി ഒപ്പിടിപ്പിക്കാൻ ആ പോലീസ് കാണിച്ച ആ ഒരു താല്പര്യം അതെന്തിനു വേണ്ടിയായിരുന്നു? അത് ഒരു ഒത്തുകളിക്കുള്ള ശ്രമമാണ് എന്ന് തന്നെ നമുക്ക് സംശയിക്കാം.